Hello dear students, welcome to Math Root. നമ്മൾ ഈ ലെക്ചർ മുതൽ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് മൊഡ്യൂളിൻ്റെ ടോപ്പിക്കിൻ്റെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സിംഗുലാരിറ്റീസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഡെഫിനിഷനാണ്. എന്താണ് സിംഗുലാരിറ്റീസ് എന്ന് നോക്കാം. എ സിംഗുലർ പോയിന്റ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് ഓർ നോട്ട് അനലിറ്റിക്. നമ്മുടെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ് എന്നത് മീൻ ചെയ്യുന്നത് എന്താണ്? ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തൊരു പോയിന്റ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തൊരു പോയിന്റ്, അത്തരത്തിലൊരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? ഫംഗ്ഷൻ ഒന്നുകിൽ ഡിഫൈൻഡ് ആവരുത് അല്ലെങ്കിൽ അനലിറ്റിക് ആവരുത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെക്ക് ചെയ്താൽ മതി? ഡിഫൈൻഡ് ആവാത്തത് ചെക്ക് ചെയ്താൽ മതി. കാരണം എന്താ? ഡിഫൈൻഡ് അല്ലെങ്കിൽ എന്താവില്ല, ആ പോയിന്റിൽ അനലിറ്റിക് ആവില്ല. ഓക്കെ, ദി പോയിന്റ് z is equal to a is a singular point of f of z if f of z is equal to infinity, or if f of z is not defined at z is equal to a, or if f of z is not differentiable at z is equal to a. നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് f of z, അതിൻ്റെ പോയിന്റ് ആണ് z is equal to a എന്നുള്ളത്. ഈ ഫംഗ്ഷൻ്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ് എന്ന് പറയണമെങ്കിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് z is equal to a ഫംഗ്ഷന് ഇൻഫിനിറ്റി ആണെങ്കിൽ, f of z is equal to ഇൻഫിനിറ്റി ആണ്, z is equal to a അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? a എന്നുള്ള പോയിന്റ് എന്താണ്? സിംഗുലർ പോയിന്റ് ആണെന്ന് പറയാം. അതേപോലെ f of z is equal to a ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ് ആണെന്ത്? z is equal to a. അതേപോലെ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ് ആണ് z is equal to a. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1/z-1 ഇൻറ്റു z+2. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത രണ്ട് പോയിന്റ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. z is equal to 1ഉം z is equal to -2 എന്താണ്? ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ എഫ് ഓഫ് 1 എന്തായിരിക്കും? എഫ് ഓഫ് 1 എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അതേപോലെ എഫ് ഓഫ് 2 എന്തായിരിക്കും? എഫ് ഓഫ് -2 എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ എഫ് ഓഫ് 1 ഇൻഫിനിറ്റി ആണ്, എഫ് ഓഫ് -2 ഇൻഫിനിറ്റി ആണ്. സോ 1ഉം -2 എന്തായിരിക്കും? ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ് ആയിരിക്കും. അതേപോലെ ഫംഗ്ഷൻ z is equal to a ഡിഫൈൻഡ് അല്ലാത്ത ഒരു എക്സാമ്പിൾ, ഇപ്പോൾ എഫ് ഓഫ് z is equal to e raised to z. നമുക്കറിയാം z is equal to ഇൻഫിനിറ്റിയിൽ എന്തല്ല? ഈ ഫംഗ്ഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. ഓക്കെ, സോ z is equal to ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് z is equal to e raised to z എന്തല്ല? ഡിഫൈൻഡ് അല്ല, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് z is equal to ഇൻഫിനിറ്റി എന്നുള്ളത് എന്താണ്? e raised to z ൻ്റെ ഒരു സിംഗുലർ പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സിംഗുലാരിറ്റീൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗുലാരിറ്റീസിൻ്റെ ടൈപ്സ് ആണ്. അതിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. A function f has an isolated singularity at z is equal to a if there is an r greater than 0 such that f is defined and analytic in BAR minus a but not in BAR. ഒരു ഫംഗ്ഷൻ എഫിന് z is equal to a എന്നുള്ള പോയിന്റിൽ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഒരു പോസിറ്റീവ് നമ്പർ r എക്സിസ്റ്റ് ചെയ്യണം. കണ്ടീഷൻ എന്താണ്? ഈ പോയിന്റ് എ സെൻട്രായിട്ട് ആ റേഡിയസിലുള്ള ഡിസ്കിൽ നിന്ന് നമ്മൾ എനെ റിമൂവ് ചെയ്യുക. ഓക്കെ, എന്നുള്ള പോയിന്റിനെ മാത്രം റിമൂവ് ചെയ്യുക. ആ റീജിയനിൽ ഫംഗ്ഷൻ ഡിഫൈൻഡും ആയിരിക്കണം, അനാലിറ്റിക്കും ആയിരിക്കണം. പക്ഷെ എവിടെ ആവാൻ പാടില്ല? BARൽ ആവാൻ പാടില്ല. ഓക്കെ, അതായത് ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു നൈബർഹുഡിൽ ഫംഗ്ഷന് വേറെ സിംഗുലാരിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. അതായത് എ എന്നുള്ള പോയിന്റ് മാത്രമായിരിക്കണം ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റി. അങ്ങനെയാണെങ്കിൽ ആ സിംഗുലാരിറ്റിയെ നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സൈൻ z/z, ഇതെന്താണ്? ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവാത്ത പോയിന്റ് ഏതാണ്? z is equal to 0. ഓക്കെ, സോ 0ൻ്റെ ഏതൊരു നൈബർഹുഡ് എടുത്താലും അതിൽ നമുക്ക് ഈ ഫംഗ്ഷന് വേറെ സിംഗുലാരിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇവിടെ എന്താണ്? z is equal to 0 എന്നുള്ളത് എന്താണ്? സിംഗുലാരിറ്റി ആണ്. അതേപോലെ ഈ 0ൻ്റെ നൈബർഹുഡിൽ നമുക്ക് വേറെ സിംഗുലാരിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ e raised to 1/z-ൻ്റെ z is equal to 0 എന്താവും? ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? 0 ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആയിട്ടുള്ള ഫംഗ്ഷൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് സിംഗുലാരിറ്റി ആണ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. If f of z has
infinity of singular points in every neighborhood of z is equal to a, then z is equal to a is a non-isolated singular point, but it is a limit point of the set of singular points of f of z. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റിൻ്റെ ഒരു പോയിന്റ്, ഓക്കെ, z is equal to a എന്നുള്ളത് എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? നമ്മൾ z is equal to എൻ്റെ ഏത് നൈബർഹുഡ് നമ്മൾ ചൂസ് ചെയ്താലും, ഓക്കെ, z is equal to എൻ്റെ ഏത് നൈബർഹുഡ് നമ്മൾ ചൂസ് ചെയ്താലും ആ നൈബർഹുഡിൽ ഫംഗ്ഷൻ്റെ ഇൻഫിനിറ്റ്ലി മെനി സിംഗുലർ പോയിന്റ്സ് ഉണ്ടായിരിക്കണം, ഓക്കെ. സോ ഇത്തരം സിംഗുലർ പോയിന്റ്സാണ് നമ്മൾ നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സിംഗുലർ പോയിന്റ്സിൻ്റെ ലിമിറ്റ് പോയിന്റ് അതെന്തായിരിക്കും? നമ്മുടെ ഇറ്റ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ദി സെറ്റ് ഓഫ് സിംഗുലർ പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് സെറ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് z is equal to a എന്നുള്ള ഈ പോയിന്റ് നമ്മുടെ സിംഗുലർ പോയിന്റ്സിൻ്റെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓക്കെ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എഫ് ഓഫ് സെറ്റ് is equal to 1/sin z. ഈ ഫംഗ്ഷന് സിംഗുലർ പോയിന്റ്സ് ഒരുപാടുണ്ട്. കാരണം എന്താ? നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവാത്ത കേസ് എന്താണ്? സൈൻ സെറ്റ് 0 ആണ്. സൈൻ സെറ്റ് 0 ആവുക മീൻസ് z എന്തായിരിക്കണം? 0 ആവാം, പൈ ആവാം, 2π ആവാം, എക്സെട്ര, അല്ലെങ്കിൽ -π, -2π, എക്സെട്ര, ഏത് വാല്യൂസും വരാം, ഓക്കെ. സോ ഈ പോയിന്റ്സിലൊക്കെ എന്താണ്? ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതേപോലെ ഇൻഫിനിറ്റിയിലും എന്തല്ല? ഡിഫൈൻഡ് അല്ല. അതൊക്കെ സിംഗുലർ പോയിന്റ്സ് ആണ്, ഓക്കെ. സോ ഈ പോയിന്റ്സ് ഒക്കെ, അതേപോലെ ഇൻഫിനിറ്റി ഒക്കെ എന്താണ്? സിംഗുലർ പോയിന്റ്സ് ആണ്. ഇനി ഏതൊക്കെയാണ് ഐസൊലേറ്റഡ്, നോൺ ഐസൊലേറ്റഡ് എന്ന് നോക്കാം. ഈ -2π, -π, 0π, 2π, എക്സെട്ര ഇതൊക്കെ എന്തായിരിക്കും? ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആയിരിക്കും. കാരണം എന്താ? ഇപ്പോൾ ഈ പോയിന്റിൻ്റെ ഒരു നൈബർഹുഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അതിൽ അടുത്ത സിംഗുലർ പോയിന്റ് ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ 0 എന്നുള്ള പോയിന്റ് ഇതാണെങ്കിൽ അടുത്ത പോയിന്റ് 2π, അടുത്തത് π ആണ്, അടുത്തത് -π ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഒരു ചെറിയ നൈബർഹുഡ് നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് ഈ നൈബർഹുഡിൽ എന്തുണ്ടാവില്ല? 1/sin സെറ്റിൻ്റെ അടുത്ത സിംഗുലാരിറ്റി ആയ -π ഉണ്ടാവില്ല, അതേപോലെ π ഉണ്ടാവില്ല. അത്തരം ഒരു നൈബർഹുഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ഓക്കെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ്? ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സ് ആണ്. പക്ഷേ ഇവിടെ ഇൻഫിനിറ്റി എന്നുള്ളത് എന്തല്ല? ഐസൊലേറ്റഡ് അല്ല, ഇത് നോൺ ഐസൊലേറ്റഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇൻഫിനിറ്റിയുടെ നൈബർഹുഡ് നമ്മൾ ചൂസ് ചെയ്തു, ഓക്കെ. അതിപ്പോൾ ഒരു 6 റേഡിയസുള്ള ഡിസ്കിൻ്റെ ഔട്ട് സൈഡ്, അത് ഇൻഫിനിറ്റിയുടെ നൈബർഹുഡായിട്ട് നമ്മൾ ചൂസ് ചെയ്താൽ അതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, ഓക്കെ. സോ ഇൻഫിനിറ്റി എന്താണ്? നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. ഏത് ഫംഗ്ഷൻ്റെ? എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1/sin സെറ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിംഗുലർ പോയിന്റ്സിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ് ഏത്? ഇൻഫിനിറ്റി എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യാം, ഓക്കെ. ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണിത് ഇൻഫിനിറ്റി. അതാണ് നമ്മളിവിടെ പറഞ്ഞ കാര്യം, ഓക്കെ. തേർഡ് ടൈപ്പ് സിംഗുലാരിറ്റിയാണ് റിമൂവബിൾ സിംഗുലാരിറ്റി, ഓക്കെ. ഇത് നെയിമിൽ തന്നെയുണ്ട്, ആ സിംഗുലാരിറ്റി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, ഓക്കെ. If a function f of z has a removable singularity at z is equal to a, if there is an analytic function g from bar to c such that g of z is equal to f of z for 0 less than mod z minus a less than r. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റിന് z is equal to a എന്നുള്ള പോയിന്റിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? മറ്റൊരു ഫംഗ്ഷൻ g എക്സിസ്റ്റ് ചെയ്യണം. എവിടെ നിന്ന് അങ്ങോട്ട്? a സെൻട്രൈറ്റ് r റേഡിയസുള്ള ഈ ഡിസ്കിൽ നിന്ന് സിയിലേക്ക് മറ്റൊരു അനാലിറ്റിക് ഫംഗ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യണം. കണ്ടീഷൻ എന്താണ്? ഈ ഡിസ്കിൽ, ഓക്കെ, എ സെൻട്രൈറ്റ് ആ റേഡിയസ് ഉള്ള ഈ പങ്ക്ചേർഡ് ഡിസ്കിൽ എഫിൻ്റെയും ജിൻ്റെയും വാല്യൂ എന്താണ്? കോയിൻസൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് സെറ്റ് ആയിരിക്കണം, ഓക്കെ. ഈ പങ്ക്ചേർഡ് ഡിസ്കിൽ ജി ഓഫ് സെറ്റും എഫ് ഓഫ് സെറ്റും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആവുന്ന തരത്തിലൊരു ജി എന്നുള്ള അനാലിറ്റിക് ഫംഗ്ഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെറ്റ് ഇസ് ഈക്വൽ ടു എ എന്നുള്ളത് ഫംഗ്ഷൻ്റെ റിമൂവബിൾ സിംഗുലാരിറ്റിയാണ്, ഓക്കെ. ഇനി നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. ഇഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എ ഇസ് എ സിംഗുലാരിറ്റി ഓഫ് എഫ് ഓഫ് സെറ്റ് ആൻഡ് ഇഫ് ലിമിറ്റ് സെറ്റ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് സെറ്റ് എക്സിസ്റ്റ് ആൻഡ് ഈസ് ഫൈനൈറ്റ് ദെൻ സെറ്റ് ഇസ് ഈക്വൽ ടു എ ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി ഓഫ് എഫ് ഓഫ് സെറ്റ്. നമുക്കറിയാം ഫംഗ്ഷൻ്റെ ഒരു സിംഗുലർ പോയിൻ്റാണ് സെറ്റ് ഇസ് ഈക്വൽ ടു എ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ ലിമിറ്റ് സെറ്റ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് സെറ്റ് എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഫൈനൈറ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ സെറ്റ് ഇസ് ഈക്വൽ ടു എ എന്നുള്ളത് എന്തായിരിക്കും? ഫംഗ്ഷൻ്റെ റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും, ഓക്കെ.
സോ ഫംഗ്ഷൻ്റെ ഒരു പോയിന്റ് ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ് ആണ് നമുക്കറിയാം. ഇനി അത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ലിമിറ്റ് z ടെൻഡ്സ് ടു a f of z എക്സിസ്റ്റ് ചെയ്യണം, അതേപോലെ അത് ഫൈനൈറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? ഫംഗ്ഷൻ്റെ റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് f of z is equal to sin z by z. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത ഒരു വാല്യൂ ഏതാണ്? z is equal to 0 എന്നുള്ളത് എന്താണ്? ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ആണ്. കാരണം എന്താ? z is equal to 0 എന്തായിരിക്കും? sin 0 by 0 എന്താണ്? 0 by 0 ഫോമിലാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഡിഫൈൻഡ് അല്ല. സോ 0 എന്നുള്ളതാണ് നമ്മുടെ എന്ത്? സിംഗുലർ പോയിന്റ്. ഇനി അത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ എങ്ങനെ ചെക്ക് ചെയ്യാം? ലിമിറ്റ് z ടെൻഡ്സ് ടു 0. ഓക്കെ, ഇവിടെ എന്നുള്ളത് എന്താണ്? 0 ആണ്. ലിമിറ്റ് z ടെൻഡ്സ് ടു 0 sin z by z. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, എന്താണ്? 1 ആണ്. സോ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 sin z by z എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? z is equal to 0 എന്നുള്ളത് എന്താണ്? ഫംഗ്ഷൻ്റെ റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. ഓക്കെ, f of z equal to sin z by z ൻ്റെ റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് ഇത് z equal to 0. ഓക്കെ, അപ്പോൾ ആ പോയിന്റിന് നമുക്ക് ആ സിംഗുലാരിറ്റി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? ലിമിറ്റ് z ടെൻഡ്സ് ടു 0 sin z by z നെ 1 ആയിട്ട് ഡിഫൈൻ ചെയ്താൽ നമുക്ക് ആ സിംഗുലാരിറ്റി നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ഏത് പോയിന്റിലും എന്താണ്? ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. ഓക്കെ, വേറെ സിംഗുലാരിറ്റീസ് ഒന്നും ഫംഗ്ഷൻ ഇല്ല. ഓക്കെ, സോ ഇതാണ് റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ ഐഡിയ. സോ നമ്മൾ ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്പ് സിംഗുലാരിറ്റി ഏതാണ്? ഒന്ന് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്, ഒന്ന് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്. അതേപോലെ നമ്മളിവിടെ ലാസ്റ്റായിട്ട് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയുടെ 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്താണ്? 3 ടൈപ്പ് ഉണ്ട്. അതിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇത് റിമൂവബിൾ സിംഗുലാരിറ്റി. ഓക്കെ, സോ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി 3 ടൈപ്പ് ഉണ്ട്. അതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഇത് റിമൂവബിൾ സിംഗുലാരിറ്റി. ഇനി അതേപോലെ മറ്റൊരു കാറ്റഗറി ഉണ്ട്, പോൾ എന്ന് പറയും. ഓക്കെ, പോൾ, POLE. അതേപോലെ മറ്റൊരു മൂന്നാമത്തെ ടൈപ്പ് ഉണ്ട്, അത് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയും. ഓക്കെ, സോ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ റിമൂവബിൾ സിംഗുലാരിറ്റി, രണ്ടാമത്തത് പോള്, മൂന്നാമത്തത് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓക്കെ, അതേപോലെ പോളിൻ്റെയും എസെൻഷ്യൽ സിംഗുലാരിറ്റിയുടെയും ഡെഫിനിഷൻസ് നമ്മൾ നെക്സ്റ്റ് കമ്മിങ് ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ റിമൂവബിൾ സിംഗുലാരിറ്റി എന്താണ്? ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയാണ്. കാരണം എന്താണ്? ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കേസിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ 0ൻ്റെ നൈബർഹുഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേറെ സിംഗുലാരിറ്റീസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,